ആശ്രയിക്കുന്നു, എന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ എന്നിട്ട് എന്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നു. ഒരു കുടുംബത്തിൽ അത് പറ്റിയല്ലോ, ഒരു ദാമ്പത്യ ജീവിതത്തിൽ അത് സാധ്യമല്ലല്ലോ. ഭാര്യയുടെ ആഗ്രഹങ്ങൾ നോക്കണം, മക്കളുടെ ആഗ്രഹം നോക്കണം, മാതാപിതാക്കളുടെ ആഗ്രഹം നോക്കണം. സ്വന്തം അഭിലാഷങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കരുത് എന്ന് വചനം പറയണം. അടുത്ത വചനം പറയാണ്, ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്, കർത്താവ് നിന്നെ ശിക്ഷിക്കും, ഇത് തീർച്ചയാണ്. കാരണം ഇതെല്ലാം അഹങ്കാരത്തിന്റെ ധ്വനിയാണ്. അതിനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അഹങ്കാരത്തിന്റെ ധ്വനിയാണ്. ആരുണ്ട് എന്നെ ശിക്ഷിക്കാൻ? ആർക്കെന്നോട് എന്ത് ചെയ്യാൻ പറ്റും? ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്. ആരുണ്ട് എന്നെ നന്നാക്കാൻ? എന്നെ ആരും നന്നാക്കാൻ വരണ്ട, എന്നെ ഉപദേശിക്കാൻ വരണ്ട, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറയില്ലേ? ഇത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. എന്നിട്ട് പറയാണ്, ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്, കർത്താവ് നിന്നെ ശിക്ഷിക്കും, തീർച്ചയാണ്. അടുത്ത വചനം പറയാണ്, പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. ഇത് പറയാൻ വേണ്ടി ഞാൻ വായിച്ചത്. പാപം ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ദാമ്പത്യ അവിശ്വസ്തതയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് നാളുകളായിട്ട്. ജീവിത പങ്കാളി അറിയാതെ, മക്കൾ അറിയാതെ ഒരു ദാമ്പത്യ അവിശ്വസ്തതയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ചില ഫോൺ ബന്ധങ്ങളാകാം, ചില ഫോൺ കോളുകളാകാം, ചില മെസ്സേജ് ബന്ധങ്ങളാകാം, ചിലപ്പോൾ ചില ജോലി മേഖലയിലുള്ള ബന്ധങ്ങളാകാം, ചില സൗഹൃദങ്ങളിലൂടെ ആകാം, എന്തുമാകട്ടെ ദാമ്പത്യ അവിശ്വസ്തതയിലാണ്. എന്റെ ജീവിത പങ്കാളിയോടുള്ള യഥാർത്ഥമായ പരിശുദ്ധമായ സ്നേഹത്തിന് കളങ്കം വരുന്ന രീതിയിലുള്ള ഒരു ദാമ്പത്യേതര അവിശുദ്ധ ബന്ധത്തിലാണ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഉള്ളുകൊണ്ട് ചോദിക്കണു, ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ പോയില്ലേ, ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. പാപം ചെയ്തിട്ട് എനിക്കെന്ത് സംഭവിച്ചു എന്ന് ചോദിക്കരുത്. അതിനോട് കർത്തുകോപം സാവധാനമേ വരൂ. ചില കുടുംബത്തിലൊക്കെ ചില മാതാപിതാക്കൾ ഇതുപോലെ ചില കൊള്ളരുതായ്മകളൊക്കെ ചെയ്തു വയ്ക്കും. അതിന് വലിയ കുഴപ്പമൊന്നുമില്ലോ എന്നൊക്കെ കരുതി കൊണ്ട് പോകും. അതൊക്കെ മറച്ചു വെച്ചങ്ങോട്ട് പോകും. കുറെ കഴിയുമ്പോൾ ഒരു ദൈവഭയവും ഇല്ല, ദൈവഭക്തി ഇല്ലാതെ, ദൈവത്തോട് ഒരു ബന്ധമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുക. ഒരു ദൈവഭയമില്ല, ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്നലകളിൽ അങ്ങനെ ദൈവഭയം ഇല്ലാത്തത് കൊണ്ട് പാപം ഏറ്റു പറയാതെ ഹൃദയം കഠിനമാക്കി വെച്ച് അവിശ്വസ്തതയിലും അശുദ്ധിയിലും പാപത്തിലും ദുശീലങ്ങളിലും മദ്യപാനത്തിലും ഒക്കെ കഴിഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുക. വേറെ കുഴപ്പമൊന്നുമില്ലതാണ്. അപ്പൊ നമുക്ക് ഉള്ളിലുള്ളൊരു തോന്നലുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് തുടരാം. പാപം ചെയ്തിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കരുത് എന്നാണ് വചനം പറയുന്നത്. കാരണം കർത്തുകോപം സാവധാനമേ വരൂ. അപ്പോ ദൈവഭയമില്ലാതെ ജീവിച്ചാൽ അതിന് ശിക്ഷയുണ്ട്. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 15 മുതലുള്ള വചനങ്ങൾ പറയുന്നത് എന്താണെന്നറിയാവോ? ദൈവഭയമില്ലാത്തവന്റെ, ശ്രദ്ധിച്ചു കേട്ടോ, ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല, വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ദൈവഭയമില്ലാത്തവരുടെ മക്കൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് പറഞ്ഞ, അവരെന്നും സെറ്റിലാവില്ല ജീവിതത്തിൽ. ദൈവഭയമില്ലാതെ അപ്പനമ്മയും ജീവിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തോട് ബന്ധമില്ല, ദേവാലയത്തോട് ബന്ധമില്ല, കൂദാശ ജീവിതമില്ല, കുമ്പസാരമില്ല, പ്രാർത്ഥനയില്ല, സന്ധ്യാപ്രാർത്ഥന, ഇതൊന്നുമില്ല. അത് വെല്ലുവിളിക്കുകയും ചെയ്യും. കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും. അതിന് പറയാണ് ദൈവഭയമില്ലാത്തവന്റെ, ചിലപ്പോ അപ്പൊ വലിയ പ്രത്യക്ഷത്തിൽ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. അതിന് പറയാണ് ദൈവഭയമില്ലാത്തവന്റെ സന്തതി വരുമ്പോ അവന്റെ മക്കള് അവർ അധികം ശാഖ ചൂടുകയില്ല, അവര് ദുർബലമായ വേരുകളാണ്. പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണ്. അതധികം വളരുകയില്ല, അതധികം മുന്നോട്ട് പോകുകയില്ല. മക്കളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും ദൈവഭയമില്ലാതെ ജീവിച്ച മാതാപിതാക്കളുടെ ദുരവസ്ഥകൾ. ഒരു ഫാമിലിനെ കാണുമ്പോൾ 2 മക്കളെ കൊണ്ട് അപ്പനാ വന്നിരിക്കുന്നത്, 2 മക്കളോട് അപ്പം വന്നിക്കുക. അപ്പം മകനൊരുവന് സൈനസൈറ്റിസിന്റെ രോഗം, മകൾക്കാണെങ്കിൽ വേറെ ചില പ്രശ്നങ്ങൾ. 2 പേർക്ക് പ്രശ്നമാണ്. അവിടെ പുറത്ത് തടസ്സവും അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് വന്നത്. അപ്പൻ മാറി നിൽക്കുന്നു. അച്ഛാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് വിവിധ വർഷങ്ങളായിട്ട് ഈ രോഗമുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ രോഗം മാറുകയല്ല, അച്ഛാ എനിക്ക് രോഗം മാറുകയല്ല എന്ന് അവൻ പറയുന്നുണ്ട്. കാരണം ഇത്രയും നാളുകളായി സൈനസൈറ്റിസിന്റെ രോഗം, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടിലൂടെ ഇവൻ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മ പറയുന്നത്, ഈ രോഗം ഇവന്റെ പ്രശ്നമല്ല, ഇത് രോഗമല്ല. 2 പേർക്ക് സമാനമായിട്ട് രോഗാതുരമായ അവസ്ഥ യഥാർത്ഥത്തിൽ ശരീരത്തിൽ ഇല്ല എങ്കിൽ പോലും ഇവർ ആ രോഗത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആത്മാവ് ഒരു പ്രേരണ തരിക, ഒരു ചിന്ത തരികയാണ്, ഒരു ആലോചന തരികയാണ്. ഇതിവന്റെ രോഗം, ഇത് രോഗമല്ല, ഇതിവന് സൗഖ്യം കിട്ടാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. ഈ രോഗത്തിന്റെ അടിസ്ഥാന കാരണം നീ നിൽക്കുന്ന അപ്പനിലാണ്. അപ്പനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പൻ ആ സൈഡിൽ മാറി നിൽപ്പുണ്ട്. ആത്മാവ് തന്ന പ്രേരണ അനുസരിച്ച് ഞാൻ ചോദിച്ചു,
നന്നായിട്ട് കുടിക്കും വലിക്കും ഒക്കെ ചെയ്യുമല്ലേ? കുറെ നാളുകളായിട്ട് ഈ കുഞ്ഞുങ്ങൾ അതിന്റെ വേദനയും സങ്കടവും ഉള്ളിലൊതുക്കി കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. മകനൊരാള് നിത്യരോഗിയായിട്ട് മാറി, മകളൊരാള് നിത്യരോഗിയായിട്ട് മാറി. അവരുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ അവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. സത്യമാണെന്ന് ചോദിച്ചു. എടുത്തപടി പെങ്കൊച്ചങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ട്, അച്ഛാ എത്ര വർഷമായെന്നറിയാവോ ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്? അപ്പന്റെ ഈ മദ്യപാനവും ഈ പുകവലിയും കാരണം എന്റെ അച്ഛാ അതുപോലെ പ്രശ്നം. അത് പോട്ടെ, ഇപ്പൊ അപ്പന് ഹാർട്ടിന്റെ പ്രശ്നം കൂടിയുണ്ട്. ഡോക്ടർ പറഞ്ഞു തുടരുതെന്ന് പറഞ്ഞിട്ടും അപ്പൻ ഇത് നിർത്തുന്നില്ല. ഈ അവസ്ഥയിൽ വീട്ടിൽ വരുമ്പോ ആ ഭവനത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന, ജീവിത പങ്കാളി അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥയുണ്ട്, ഒരു വേദനയുണ്ട്, ഭാരമുണ്ട്. ഇതൊന്നും പുള്ളിക്ക് വിഷയമല്ല, ഇപ്പോഴും വിഷയമല്ല എന്നുള്ളതാണ്. ഇപ്പൊ മകൻ വിദേശത്തേക്കുള്ള വിസ അപ്ലൈ ചെയ്തേക്കോ. ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട്. അപ്പൊ ഇതൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ആത്മാവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ നിമിഷം അപ്പൻ തീരുമാനം എടുത്താൽ അവൻ 9-ാം പക്കം വിസ കിട്ടും. ഇല്ലെങ്കിൽ അവൻ വീട്ടിലും നാട്ടിലൊക്കെ ആയിട്ട് ഇവിടെ തന്നെ കൂടും. ഒരിക്കലും അവൻ പുറത്തു പോവുകയാണ്. മുമ്പിൽ അവൻ അപ്പൊക്കെ വിളി പറഞ്ഞ അച്ഛാ ഞാൻ നിർത്തുമല്ലോ. ഞാൻ നിർത്തുമല്ലോ, നിർത്തി എന്ന് പറയാൻ പറഞ്ഞു. നിർത്തി എന്ന് പറഞ്ഞാൽ അവന്റെ വിസ കർത്താവ് ഇപ്പൊ അടിക്കുന്നു. ഞാൻ പറഞ്ഞ അധികം സമയമില്ല, 9 ദിവസത്തിനുള്ളിൽ അവന്റെ വിസ എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ ഈ ധ്യാനം തീരുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറയാം. അവൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. അത് കിട്ടുമില്ലെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. രണ്ടുപേരും നിത്യരോഗികളാണ്. അതിന് കാരണം അപ്പൻ കുറെ വർഷങ്ങളായിട്ട് ആ മദ്യപിച്ച് വീട്ടിൽ വരുമുണ്ടാകുന്ന ആ വേദനയും ഇതൊക്കെ കുഞ്ഞുങ്ങൾ ഉള്ളിൽ ഒതുക്കി വിഷമിച്ചും വേദനിച്ചും വ്യസനിച്ചും പഠന മേഖലകളിലും സകല മേഖലകളിലും വൈകാരികതകളിൽ പോലും ഈ കുഞ്ഞുങ്ങൾ ടോട്ടലി ബ്രോക്കൺ ആണ്. ഹാർട്ടിന്റെ അസ്വസ്ഥതയുണ്ട്. ഇതിന്റെ പേരിലും മക്കൾക്ക് സങ്കടമാണ്. കാരണം എന്താ? ഇവരൊന്നും ആയിട്ടില്ല. അപ്പനെന്തെങ്കിലും സംഭവിച്ചാലും സ്വന്തം ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിച്ച് പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കരുത്. കർത്തൃകോപം സാവധാനമേ വരൂ.